മതങ്ങളുടെ പേരിൽ പരസ്പരം കുത്തിക്കീറാൻ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുള്ള നമ്മുടെ നാട്ടിൽ മനസ്സിനെ വല്ലാതെ ബാധിച്ച ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഓർത്തു പോകുന്നു. അതിൻ്റെ ഒരു റൈറ്റപ്പ് എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീകുമാരവർമ്മ ആണ്, കോട്ടയംകാരൻ. അപ്പോൾ അത് മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മളത് ഒന്ന് മനസ്സിലാക്കണം. മനുഷ്യബന്ധങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു. സ്വന്തമായി പ്രസവിക്കാതെ ഒരു മകളുണ്ടാവുമോ ഒരാൾക്ക്? പ്രസവിക്കാത്ത ഒരമ്മ ഉണ്ടാവുമോ ഒരു മകൾക്ക്? പക്ഷെ അതിനെല്ലാം അപവാദമായിട്ട് നടന്ന ഒരു സംഭവമാണ് ചെല്ലമ്മ അന്തർജനത്തിൻ്റെയും റസിയയുടെയും കഥ. ചെല്ലമ്മ അന്തർജനം ഒരു പാവപ്പെട്ട ഇല്ലത്ത് ജനിച്ചതാണ്. അവരുടെ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ ഉള്ള സ്വപ്നങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതൊക്കെ നെടുവീർപ്പുകൾ അടക്കി അവിടെ കഴിയുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിവാഹാലോചന വരുന്നു. മറ്റൊരു ഇല്ലത്തുനിന്ന് ബുദ്ധിമാന്യമുള്ള ഒരാളുടെ വിവാഹാലോചനയാണ്. പ്രത്യേകിച്ച് ചെല്ലമ്മ അന്തർജനത്തിന് അഭിപ്രായമൊന്നും പറയാനുള്ള അവകാശമൊന്നുമില്ല. അടങ്ങി കഴിയാനേ പറ്റുള്ളൂ. അങ്ങനെ ആ വിവാഹം നടക്കുന്നു. 5 വർഷം വിവാഹം വേളി കഴിഞ്ഞ് ഒരു 5 വർഷത്തിനകം തന്നെ ഈ ഭർത്താവ് മരണപ്പെട്ടുപോയി. അപ്പോൾ അതിൽ അയാൾക്ക് ആയിട്ട് ആ ബന്ധമൊന്നും ഇല്ലല്ലോ, ആ കുഞ്ഞുങ്ങളൊന്നുമില്ല, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ അവസാനം ആ വീട്ടിൽ അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരു അധികപ്പറ്റായിട്ടങ്ങ് മാറിയല്ലോ ആ വീട്ടിൽ, ഈ ഭർത്തൃ വീട്ടിൽ. അങ്ങനെ അവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ ഒരു നിവൃത്തിയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ജോലി എങ്ങനെ ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ശ്രീമതി ലളിതാംബിക അന്തർജനം വന്ന് വിളിച്ചുകൊണ്ട് പോയത് കേട്ടോ. അവരോടൊപ്പം ആ വീട്ടിൽ കഴിഞ്ഞു. അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു കൊടുത്തു. അവിടെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന് വാർദ്ധക്യം ബാധിക്കുകയാണല്ലോ. ഒരു 75 വയസ്സ് ആവുന്ന സമയമായപ്പോൾ പിന്നെ ജോലിയൊന്നും ചെയ്യാനൊന്നും വയ്യ. ചെല്ലമ്മ അന്തർജനത്തിന് ജോലിയൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആലോചിച്ചു, ഇനി എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ആഹാരമൊന്നും കഴിക്കാനില്ല, ഒരു മാർഗമില്ല. പച്ചവെള്ളം മാത്രം കുടിച്ച് ഒരു 4-5 ദിവസം കിടന്നു. വേറെ ഒന്നും കഴിക്കാനൊന്നുമില്ല. അവരാരോടും കൈ നീട്ടാനോ ഇരക്കാനോ പോയില്ല, ആരോടും സഹായം ചോദിച്ചില്ല. അങ്ങനെ ഒരു സ്വഭാവം അവർക്കില്ല. പാവം, ഒന്നും ചെയ്തിട്ടില്ല, ജോലി ചെയ്യാൻ നിവൃത്തിയില്ല. ആരും ഇതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ. അങ്ങനെയാണ് അമ്പലപ്പുഴ നീർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് മാധവ ജംഗ്ഷനിൽ 5 മണിയുടെ ട്രെയിനും കാത്ത് ചെല്ലമ്മ അന്തർജനം ഒരു തകരപ്പെട്ടിയായിട്ട് നിൽക്കുകയാണ്. ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാനല്ല, അതിന് മുമ്പിൽ ചാടി ജീവൻ ഒടുക്കാനാണ്. കാരണം അവർക്ക് വേറെ ആർക്കും ഭാരമായിട്ടിരിക്കാൻ അവരിഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങ് മരിച്ചേക്കാം എന്ന് തീരുമാനിച്ചു, ലോകത്തോട് വിട പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് റസിയ ബീവി എന്ന് പറയുന്ന യുവതി അതിലേ നടന്നു വരുന്നത്. അപ്പോൾ ഈ വല്യമ്മ ഇങ്ങനെ ഒരു തകരപ്പെട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അതിലെന്തോ ഒരു പന്തികേട് റസിയ ബീവിക്ക് തോന്നി. റസിയ ബീവി അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആദ്യമൊന്നും അവരൊന്നും പറയാനൊന്നും കൂട്ടാക്കിയില്ല. പക്ഷെ വളരെ നിർബന്ധിച്ചപ്പോൾ അവരുടെ കഥ അവർ പറഞ്ഞു, ഞാൻ ജീവൻ അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ തന്നെ വന്നതാണ്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ റസിയ ബീവി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ സംരക്ഷിച്ചോളാം, എൻ്റെ കൂടെ താമസിപ്പിച്ചോളാം, എൻ്റെ കൂടെ വരണം. മറ്റൊന്നും ആലോചിക്കാനിരുന്നില്ല. ഈ ചെല്ലമ്മ അന്തർജനം ഈ റസിയ ബീവി, അതായത് നോക്കിക്കൊണ്ട് 2 വർഗം, ഒന്ന് മുസ്ലിമാണ്, മറ്റേത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അവർ ഒന്നുമില്ലാതെ ആലോചിക്കാതെ റസിയ ബീവിയെ അനുഗമിച്ച് റസിയ ബീവിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് 20 വർഷമാകുന്നു.
റസിയ ബീവിക്ക് 4 മക്കളും ഭർത്താവും ഉണ്ട്. അപ്പോൾ ഒരു മുസ്ലിം ഭവനവും ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ താമസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. കാരണം അവർ നോൺ വെജിറ്റേറിയൻ സസ്യേതര ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമല്ലോ. ഇവർ പ്യുവർ വെജിറ്റേറിയനാണ്. റസിയ ബീവിയും കുടുംബവും ഉണ്ടല്ലോ, അന്ന് മുതൽ സസ്യേതര ഭക്ഷണം ഉപേക്ഷിച്ചു. ആ മനസ്സ് നമ്മളൊന്ന് തിരിച്ചറിയണം കേട്ടോ. അങ്ങനെ കാരണം അവർ തീരുമാനിച്ചു ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം. ഇവർക്ക് മനസ്സോടുകൂടി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവർ സസ്യേതര ഭക്ഷണം ഉപേക്ഷിച്ചു, അവിടെ വേണ്ടാന്ന് വെച്ചു. അവരും വെജിറ്റേറിയനായിട്ട് മാറി. അപ്പോൾ ഒന്നുമില്ലാതെ പ്രസവിക്കാതെ ചെല്ലമ്മ അന്തർജനം റസിയയുടെ അമ്മയായിട്ട് മാറി. അതുപോലെ തന്നെ റസിയ അവരുടെ മകളായിട്ട് മാറി. ഒന്നാലോചിച്ച് നോക്കൂ. ഇത് റസിയയുടെ അമ്മയായിട്ട് ചെല്ലമ്മ അന്തർജനം മാറുന്നു. ചെല്ലമ്മ അന്തർജനത്തിൻ്റെ മകളായിട്ട് റസിയ മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടാവുമോ? അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ പൂജ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനെന്താ റസിയ ബീവി ഒരു മാർഗം കണ്ടുപിടിച്ചു. പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഒരു 2 സെൻറ്റിന് വസ്തുവിൽ അവിടെ ഒരു 2 മുറിയുള്ള ഒരു വീട് വെച്ചു ഇവർക്കായിട്ട്. അവർക്കതിൽ കിടക്കാം. അതിൻ്റെ മുമ്പിൽ ഒരു തുളസി തറ മുറ്റത്ത്. അപ്പോൾ അവർക്കത് വളരെ സന്തോഷമായി. അങ്ങനെ ഏതാണ്ട് 20 വർഷത്തോളം ഇവർ അമ്മയും മകളുമായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഈ 2 വർഗത്തിൽപ്പെടുന്ന ആളുകൾ കേട്ടോ. പക്ഷേ മനുഷ്യവർഗമാണല്ലോ. 2 വിഭാഗത്തിലാണെങ്കിൽ പോലും മനുഷ്യവർഗമല്ലേ, അവർ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് അവർക്ക് 94-ാമത്തെ വയസ്സിൽ ആണ് ഒന്ന് മറിഞ്ഞു വീണിട്ട് കാലിനൊരു ചെറിയ പരിക്ക് പറ്റി. അതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു. അതിൻ്റെ ബൈസ്റ്റാൻഡറൊക്കെ എന്നൊക്കെ പറയുന്ന റസിയ ബീവിയാണ്. അപ്പോൾ അങ്ങനെ ഇവർ അത് ചികിത്സയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് റസിയ ബീവിയുടെ ഓടൊപ്പം റസിയ ബീവിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അവർ മരണപ്പെട്ടു 94-ാം വയസ്സിൽ. അപ്പോൾ അലമുറയിട്ട് കരയുന്ന റസിയ ബീവത്തിനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കരയുന്ന റസിയ ബീവിയെയാണ് നാട്ടുകാർ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ മനസ്സിലൊന്ന് കൊള്ളണം ഇത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഇന്ന് ഈ മതത്തിൻ്റെ പേരിൽ പരസ്പരം കടിച്ചു കീറാൻ ആളുകൾ നിൽക്കുമല്ലോ. അങ്ങനെയുള്ളപ്പോഴാണ് 2 മതത്തിൽപ്പെട്ടവർ ഇതേപോലെ സ്നേഹിക്കുന്നത്. ഇതാണ് യഥാർത്ഥ സ്നേഹം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആ കോമൺ പൊതുവായ സാഹോദര്യം ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. ഇത് കുറച്ചുകൂടെ കഠിനമായ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ എന്നിട്ട് ഈ റസിയ ബീവി ഇവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ. ആ വീടിൻ്റെ പാലുകാച്ചൽ കർമ്മം നടന്നപ്പോൾ ഗണപതി ഹോമമൊക്കെ നടത്തിയവിടെ. അതിനൊന്നും റസിയ ബീവിക്ക് പ്രശ്നമില്ല, ആ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവർ ചെല്ലമ്മ അന്തർജനം മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സംസ്കാരം നടത്തുന്നതും ഹൈന്ദവ ആചാരപ്രകാരം തന്നെ നടത്തുക എന്നുള്ളതാണ് റസിയ ബീവി ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്. അത് ഈ മതങ്ങൾ ഇതിനു വേണ്ടി മാത്രം പോരെ. മനുഷ്യബന്ധങ്ങൾക്ക് എന്തിനാ മതങ്ങൾ? മനുഷ്യബന്ധങ്ങളെന്ന് പറയുന്നതിന് മതങ്ങളൊക്കെ അന്യം ആണ്. അതൊക്കെ അങ്ങ് മാറ്റിക്കളയണം. ഈ മതത്തിൻ്റെ ചട്ടക്കൂടിലൊന്നും ആളുകൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകരുത്. ആളുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം. അതിന് ഒരു മാർഗം എന്തെങ്കിലും ആവുമെങ്കിൽ ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഈ കഥ കേട്ടോ, ഇത് കഥയല്ല, നടന്ന സംഭവമാണ്.